LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഡൽഹിയിലെ കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ആദ്യമായല്ല താൻ മുഖ്യമന്ത്രിയെ കാണുന്നതെന്ന് EP മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സാധാരണ കൂടിക്കാഴ്ചയാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയ വേദിയിൽ ചർച്ച ചെയ്യാം. EP ജയരാജൻ്റെ മറുപടികൾ അങ്ങനെ പോയി. എന്നോട് സംസാരിച്ച എല്ലാ കാര്യം വന്ന് നിങ്ങളോട് പറയൂ. ഞാൻ അത്ര ചെറുതായി പോയിന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. അത് ഞാൻ മുഖ്യമന്ത്രിനെ സാധാരണ കാണാൻ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. ഞാൻ ആരെയും കാണാത്തത്. നിങ്ങളിത് ഈ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കും. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഞങ്ങളൊരു പാർട്ടി കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളെല്ലാം തമ്മിൽ വലിയ സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ്. ആദരവുണ്ട്. നിങ്ങൾ തെറ്റായി ധരിച്ച് വാർത്തകൾ നടത്തുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം തീരാത്തത്. നിങ്ങൾ നേരെ ചിന്തിക്കാൻ തുടങ്ങിയാൽ എല്ലാ സംശയങ്ങളും തീരും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു. ബൽറാം, ശരിക്കും ഒരു കലിപ്പ് മാധ്യമക്കാരോടുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിനെ മാധ്യമങ്ങൾ വേട്ടയാടിയെന്ന് വ്യക്തിപരമായ ഒരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അതാണ് എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ അത്ര ചെറുതാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ അയൽവാസികൾ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, നീ എന്നെ അത്ര ചെറുതായി കാണരുത്. പറയൂ ബൽറാം. SKN, അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഒരു പരിഭവമുണ്ട്. ദുർവ്യാഖ്യാനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്നുള്ളതെല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ ആ കാര്യം അദ്ദേഹം പലതവണ പങ്കുവച്ചിട്ടുമുണ്ട്. BJP നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച തുടർന്ന് വിവാദമാവുകയും അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്ത ഘട്ടങ്ങളിലെല്ലാം നടത്തിയ പ്രതികരണങ്ങളിലും അത് വ്യക്തമായിരുന്നു. ഇന്ന് മാധ്യമങ്ങളുടെ അറിവോടെ അദ്ദേഹം ആദ്യമായാണ് ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരള ഹൗസിലെ പ്രധാന ബ്ലോക്കിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയാകട്ടെ കൊച്ചിൻ പാലസ് എന്ന സമീപത്തുള്ള പഴയ പാലസ് കെട്ടിടത്തിലാണ്. അവിടേക്ക് 9 മണിയോടെ അദ്ദേഹം എത്തുകയായിരുന്നു. ഇവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. കൊച്ചിൻ ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മുറിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഏതാണ്ട് 15 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. പ്രധാനമായും ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പരാതികളും പരിഭവവും ഈ വിഷയത്തിലുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയായതായാണ് ലഭ്യമാകുന്ന സൂചന. എന്നാൽ മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് മുന്നിൽ പറയാൻ കഴിയില്ല എന്നും രാഷ്ട്രീയം അതിന്റെ വേദിയിൽ സംസാരിക്കാമെന്നും ഇപ്പോൾ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദുഃഖത്തിന്റെ ഒരു സമയമാണ് എന്നും മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും അദ്ദേഹത്തിന് മാധ്യമങ്ങളോടുള്ള ഒരു അദ്ദേഹത്തിന്റെ സമീപനം അല്ലെങ്കിൽ പരിഭവം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഈ കൂടിക്കാഴ്ച അതേസമയം ഏറെ നിർണായകമാണ്. അദ്ദേഹം എന്നാൽ ആദ്യ കൂടിക്കാഴ്ചയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറിയതിനു ശേഷമുള്ള എന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുകയാണ്. നേരത്തെയും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം താൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാറുണ്ട് തുടങ്ങിയവയാണ് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ. എന്തായാലും മാധ്യമങ്ങളുടെ അറിവോടെ ആദ്യമായാണ് അദ്ദേഹം ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ 9:15 വരെയായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. SKN.